നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐറിഷ് മലയാളി ക്ലബ്ബായ കേരള ഹൗസ് നടത്തുന്ന വള്ളംകളിയുടെ വീഡിയോ ആണ് ഇന്നത്തേത്. അയർലൻഡിലെ കാർലോ ടൗൺ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റിവർ ബാരോയിലാണ് വള്ളംകളി നടക്കുന്നത്. 21 ടീമുകൾ പങ്കെടുക്കുന്ന ഈ വള്ളംകളിയിൽ ഓരോ ടീമിനും 3 മത്സരങ്ങൾ വെച്ചിട്ടാണ്. പ്രമാണിച്ച് ഇവിടെ ടോയ് ഷോപ്പും ഫുഡ് സ്റ്റോളും പിന്നെ റൈഡ്സും ഒക്കെ ഉണ്ട്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണണ്ടേ? വരൂ. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു ഈ ദിവസം. ഈ റിവറിലാണ് വള്ളംകളി നടക്കാൻ പോകുന്നത്. അതിൽ കൂടി നീന്തി കളിച്ച് നടക്കുന്ന അരയന്നങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഓരോ ടീമും മത്സരിക്കുന്നതിന് മുന്നേ അവർ റിഹേഴ്സൽ ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതുമാണ് ഈ കാണുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് എല്ലാവരും മത്സരത്തിനായി തയ്യാറാവുകയാണ്. അടുത്തത് മത്സരിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ 3 ടീമുകളാണ്. ഇത് നാസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളീസ് ഇൻ സിറ്റി വെസ്റ്റ്, പിന്നെ റോയൽ ചലഞ്ചേഴ്സ് കർണാടക എന്നീ ടീമുകളാണ്. അറ്റ് എ ടൈം 3 ടീമുകളാണ് മത്സരിക്കുന്നത്. 3 ടീമുകളും 3 ബോട്ടിലായിട്ട് കയറി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. We have the teams from Royal Challengers Karnataka, Naas Indian Community and Malayalis in City West. നേരത്തെ പോയ ടീമുകളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മത്സരത്തിൻ്റെയും കൂടെ സിവിൽ ഡിഫൻസിൻ്റെ സ്പീഡ് ബോട്ടും അക്കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മത്സരത്തിന് ശേഷവും ഓരോ ടീമുകളുടെയും ഫിനിഷിംഗ് പോയിന്റിലെത്തിയ ടൈം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അയർലൻഡിലെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന 21 ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിൽ മത്സരിക്കാൻ എത്തിയത്.
ഫുഡ് സ്റ്റോൾസ് ആണ് ഇതൊക്കെ. അവിടേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. തനി നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് കാർലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, സെവൻ സീസ് ബോട്ട് ക്ലബ്, നാസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന ടീമുകളാണ്. Lane 3, hold the boat please. Lane 2, holding. Lane 1, I need you to hold. Lane 3, action. That's all of our teams over the line, and we will have the results in a few moments. Just a reminder for our spectators here that there is a special dance taking place just down outside race control by the pontoon there at the moment. If you'd like to... ഇതിനി ഫൈനൽ മത്സരത്തിനായിട്ട് പോകുന്ന 3 ടീമുകളാണ്. എല്ലാ ടീമുകളുടെയും ഫിനിഷിംഗ് പോയിന്റിലെത്തിയ സമയം കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ എത്തിയ ആദ്യത്തെ 3 ടീമുകളെയാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുന്നത്.
എല്ലാവരും ഫൈനൽ മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. നിങ്ങൾക്കറിയണ്ടേ ആരാണ് ഫസ്റ്റിലെത്തിയത് എന്നുള്ളത്? വെയിറ്റ് ആൻഡ് സീ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അഹ ബോട്ട് ക്ലബിനും, സെക്കൻഡ് പ്രൈസ് പുന്നമട ബോട്ട് ക്ലബിനും, തേർഡ് പ്രൈസ് കുട്ടനാട് ബോട്ട് ക്ലബിനുമാണ്. എൻ്റെ പേര് റോയി കുഞ്ചലക്കാട്ട്. ചിലരെല്ലാം വക്കീൽ റോയി എന്ന് വിളിക്കും, ചിലരെല്ലാം കേരള ഹൗസ് റോയി എന്ന് വിളിക്കും. ഞാൻ ഏതാണ്ട് 2003 അയർലൻഡിൽ വന്നതാണ്. നാട്ടിലും ചെറിയ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു വൈകാരികമായ ബന്ധമുള്ള ഒരാളായിരുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ടും അങ്ങനെ ചെറിയ ചുമ്മാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന പ്രദേശമായ ലൂക്കനിലെ ഒരു കൂട്ടായ്മ ആദ്യം രൂപീകരിച്ചു. അതിനുശേഷം 3-4 വർഷം കഴിഞ്ഞപ്പോൾ ആ ലൂക്കനിലെ കൂട്ടായ്മയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ രൂപീകരിക്കാൻ മുൻകൈയെടുത്തതാണ് കേരള ഹൗസ് എന്ന മൂവ്മെൻറ്റ്. അതിന്ന് ഏതാണ്ട് 13 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അഭിമാനകരമായ പല പരിപാടികളും അയർലൻഡിലെ മലയാളി സമൂഹത്തിന് മുൻപിൽ സമർപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 11 വർഷങ്ങളിലൂടെ വളർന്നു വന്ന കേരള ഹൗസിൻ്റെ കാർണിവൽ. ആ കാർണിവൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 4000-ന് മുകളിൽ ആളുകൾ പങ്കെടുത്തു. ഈ വർഷം നമുക്ക് ആ വെനു ചെറുതായതുകൊണ്ട് പുതിയ ഏരിയയിലേക്ക് കാർണിവൽ മാറ്റിയിരിക്കുകയാണ്. അത് നെയ്സിന് തൊട്ട് മുമ്പ് ജോബ്സ് ടൗണിലുള്ള പാൾമേസ് ടൗൺ എസ്റ്റേറ്റ് എന്ന പുതിയ വെനുവിലാണ് ഈ വർഷം കാർണിവൽ ജൂലൈ മാസം 6-ാം തീയതി നടക്കുവാൻ പോകുന്നത്. ആ കാർണിവലിന് മുന്നോടിയായിട്ടുള്ള ജലോത്സവമാണ് ഇന്നിവിടെ നടന്നത്. ഈ ജലോത്സവമാണെങ്കിൽ 2ാം വർഷമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു 18 ടീമുകളുമായി ആരംഭിച്ചു. ഇത് 2ാം വർഷമായപ്പോൾ ഇന്ന് 21 ടീമുകളാണ് ഇവിടെ മറ്റുരച്ചത്. നമുക്കറിയാം 21 ടീമുകൾ എന്ന് പറയുന്നത് 25 ടീമുകൾ തയ്യാറായിരുന്നു. പക്ഷേ 21 ടീമുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 21 ടീമുകൾ ഇവിടെ മത്സരിച്ചു. ആ 21 ടീമുകളിൽ ഏതാണ്ട് 2000-ലധികം ആളുകൾ ഇവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് വരും വർഷങ്ങളിൽ മറ്റൊരു കാർണിവലായി, ജലോത്സവ കാർണിവലായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കേരള ഹൗസ് നടത്തുന്ന മറ്റ് പല പ്രോഗ്രാമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അയർലൻഡിലെ ആദ്യത്തെ കുട്ടികൾക്കുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ്, വലിയവരുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, അതുപോലെ തന്നെ കേരള ഹൗസിന് എല്ലാ ആഴ്ചകളിലും ഒരു ആസ്ഥാനമുണ്ട്. അവിടെ ചെസ്സ് കളിയും വിവിധ എൻ്റർടൈൻമെൻറ്റുകളുമായി താല കിൽമന ഹാളിൽ കേരള ഹൗസ് എല്ലാ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. പിന്നീട് ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന ഒട്ടനവധി പരിപാടികൾ എല്ലാ വർഷവും കേരള ഹൗസ് നടത്തുന്നു. ഇപ്പോൾ ജലോത്സവം ഇത് 2ാം വർഷമാണ്. വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ വിജയകരമായി, കൂടുതൽ പ്രാതിനിധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു.
അടുത്തതായിട്ട് ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടീമുകളോടും പറയട്ടെ, ബാക്കി എല്ലാ ടീമുകൾക്കും നിങ്ങളുടെ തൊട്ടുണ്ടായിരുന്നു. എല്ലാവരും വിജയിച്ചിരിക്കുന്നു. ഇത് കേരള ഹൗസിന്റെ രണ്ടാമത് ജലോത്സവമാണ്. ഇത് വിജയിപ്പിക്കുവാൻ സഹായിച്ച മുഴുവൻ സുഹൃത്തുക്കളോടും അഹങ്കാരമില്ലാതെ ഒട്ടും വലിപ്പമില്ലാതെ കേരളവും പറയട്ടെ, ഇത് അയർലൻഡിലെ മുഴുവൻ മലയാളി കൂട്ടായ്മകളുടെയും വിജയമാണ്. ആ വിജയത്തിൽ ഞങ്ങളെ കേരള ഹൗസിനെ പങ്കുചേർത്ത മുഴുവൻ മലയാളി സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ജൂലൈ 6 കേരള ഹൗസിന്റെ കാർണിവലിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. So, in our third place is Kota Anadu Bokso with a time of 0.59.96. Please come forward for your trophies and your medals. With a time of 0.58.53, in second place was our team Uramada. We have our team from Aha Boksa. കേരള ഹൗസ് ട്രോഫി അതിന്റെ സമ്മാനം ഇപ്പോൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. കേരള ഹൗസിൽ പല പ്രാവശ്യവും അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ഹൗസിന്റെ സംവിധായകൻ ശ്രീ ഉദയനാഥനെ ഞാൻ ക്ഷണിക്കുകയാണ്. പലരും ആ കവറായിരിക്കും വില കൽപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കൽപ്പിക്കുന്നത് ഇതില്ല. കേരള ഹൗസിലെ ഇന്നത്തെ എല്ലാമെല്ലാം ഇന്ന് പുതിയ തലമുറയാണ്. എനിക്ക് പോലും അറിയത്തില്ല. തുടർച്ചയായി നിങ്ങൾക്കെല്ലാം മറുപടികൾ തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഐസിവിന്റെ കേരള ഹൗസ് ഐസിവിന്റെ 21 ടീമുകളോടും എല്ലാ ദിവസവും സംവദിക്കുകയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടികൾ അപ്പോൾ തന്നുകൊണ്ടിരുന്ന ഇത്രയും മെഴുകാണ് ഈ ബോർഡ് വെക്കുന്നത്.
കേരള ഹൗസും ഐറിഷ് ബോട്ട് ഡ്രാഗൺ അസോസിയേഷനും കൂടി ചേർന്ന് നടത്തിയ ഇന്നത്തെ വള്ളംകളി കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ആർപ്പുവിളികളോടും ആവേശത്തോടും കൂടിയാണ് ഓരോ ടീമുകളും ഇതിൽ പങ്കെടുത്തത്. ഓരോ മത്സരാർത്ഥിയും ഡെഡിക്കേറ്റഡ് ആയിട്ടും സീരിയസ്നെസ്സോടും കൂടിയായിരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതിൽ മത്സരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്